എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2025 യു കെയിലെ ലിവിങ് എക്സ്പീരിയൻസ്, വർക്കിംഗ് സിറ്റുവേഷൻസ്, 2025 സ്റ്റുഡൻസിന് യു കെയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, പിന്നെ റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഫാമിലി വിസ, ഏതൊക്കെ വിസ കാറ്റഗറിയിൽ സ്റ്റുഡൻസിനെ ഫാമിലിയെ കൊണ്ടുവരാം. ഇപ്പം നിലവിൽ 2025 സ്റ്റുഡൻസ് ആരെങ്കിലും യു കെയിൽ വന്നിട്ട് സ്പോൺസർഷിപ്പ് വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക. നിലവിൽ NHSൽ ഏതൊക്കെ ജോബ്സിന് അപ്ലൈ ചെയ്താലാണ് വിസ സ്പോൺസർഷിപ്പ് കിട്ടുക, എത്ര ബാൻഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസയ്ക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഏതൊക്കെ രീതിയിൽ NHSൻ്റെ സൈറ്റിൽ നിന്നും അപ്ലൈ ചെയ്യാം, ഏത് സൈറ്റിൽ കൂടാണ് NHS ജോബിന് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് 2025 വന്നിട്ടുള്ള വിസ നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ നമുക്ക് യു കെ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കിൽഡ് വർക്കർ വിസ സാലറി ത്രഷോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം സാലറി 38,700 പൗണ്ട് പെർ ഇയർ ആണ്. അതുമാത്രമല്ല 2025 സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാമിലി നാട്ടിൽ നിന്നും യു കെയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിനിമം സാലറി 38,700 പൗണ്ട് പെർ ഇയറോ അതിൽ കൂടുതലോ ആയിരിക്കണം. സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ സ്റ്റുഡൻസിന് വിദേശത്ത് നിന്നും അവരുടെ ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. നിലവിലെ സാഹചര്യത്തിൽ യു കെയിൽ സ്റ്റുഡൻസിന് ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരേ ഒരു കോഴ്സേ ഉള്ളൂ. അത് റിസർച്ച് തരത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിലോട്ടുള്ള കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സർചാർജ് ഹൈക്കാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ നിന്നും ഹെൽത്ത് കെയർ സർചാർജ് ഇമിഗ്രൻസിന് 66% കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ലേബർ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് യു കെയിൽ നിലവിലുള്ള ആളുകളെ സ്കിൽ വർക്കർ വിസയിലോട്ട് പഠിപ്പിച്ച് അവരെ തന്നെ ജോലിക്കെടുക്കുക, പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്ന പൈസയിൽ നിന്നും അത് വളരെ ലാഭകരമാണെന്നാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഏതെങ്കിലും NHS ട്രസ്റ്റിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രസ്റ്റ് തന്നെ നിങ്ങളെ പണം മുടക്കി നഴ്സിംഗ് പഠിപ്പിക്കുകയോ അത് തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സ് നിങ്ങളെ ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ NHSൽ സ്റ്റാഫായിട്ട് പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിൽ നിന്ന് തന്നെ നിരവധി ആളുകളെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കോഴ്സ് പഠിപ്പിക്കാൻ അയച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ ആയാലും IT സെക്ടർ ആയാലും വിദേശത്ത് നിന്ന് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് യു കെ സിറ്റിസന് ജോലി സാധ്യത വളരെയധികം കുറവാണ്. ഇതിനൊരു അന്ത്യം കൊണ്ടുവരുന്ന നിലയിലാണ് ലേബർ ഗവൺമെൻറ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് യു കെയിലുള്ളവരെ തന്നെ പഠിപ്പിച്ച് അവരെ ആ പോസ്റ്റുകളിലേക്ക് നിയമപ്പെടുത്തുക. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്നും ഒരു നഴ്സിനെ യു കെയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഏകദേശം 10,000 തൊട്ട് 12,000 പൗണ്ടാണ് ഒരു NHS ട്രസ്റ്റിന് ചിലവാകുന്നത്. ആ 12,000 പൗണ്ട് മുടക്കി NHSൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിനെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നും വൻ ലാഭമാണ് ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ NHS ട്രസ്റ്റ് എല്ലാം വിദേശത്ത് നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ ധാരാളം സ്റ്റുഡൻസിനാണ് NHSൽ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. NHS ബാൻഡ് 3യിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതാണ്. നിലവിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് മേഖലയിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളാണ് NHSലുള്ളത്. ഒരു ബാൻഡ് 3 ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ലഭിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ലണ്ടൻ മേഖലയിലാണ്. ലണ്ടനിൽ അവസരങ്ങൾ കൂടുതലാണ്. ലണ്ടനിൽ ഇഷ്ടംപോലെ ട്രസ്റ്റുകളിൽ നിരവധി വേക്കൻസിയാണുള്ളത്. അതിനാൽ നിങ്ങൾ പുറത്തുള്ള ലണ്ടൻ്റെ ഔട്ട്സൈഡ് നോക്കാതെ ലണ്ടൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പോടെ യു കെയിൽ താമസിക്കാൻ കഴിയുന്നതാണ്. NHSൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും NHSൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലണ്ടൻ മേഖലയിൽ അപ്ലൈ ചെയ്യുക. ലണ്ടനിൽ അവസരങ്ങൾ കൂടുതലാണ്. ലണ്ടനിൽ ധാരാളം ട്രസ്റ്റുകളാണ് ഉള്ളത്. NHSൽ അധികം ആർക്കും അറിഞ്ഞൂടാത്തൊരു പോസ്റ്റാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ്. നിങ്ങൾ കൂടുതലും അപ്ലൈ ചെയ്യുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. എന്നാൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പോസ്റ്റ് വേക്കൻസി ഉണ്ട്. അതും ബാൻഡ് 3 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ആ പോസ്റ്റിലോട്ട്. അതിനും ഞാൻ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിൽ നിരവധി ആൾക്കാർക്ക് ഈ പോസ്റ്റിൽ സ്പോൺസർഷിപ്പ് വിസ ലഭിച്ചിട്ടുണ്ട്. NHSൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക്സ്.